ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ ബോട്ട് മറിഞ്ഞുള്ള അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഡാംബോയ്ക്ക് സമീപം നൈജർ നദിയിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 100-ലധികം പേരെയാണ് കാണാതായത്. 27 പേരുടെ മരണം സ്ഥിരീകരിച്ചു. വടക്കൻ നൈജീരിയയിലെ കോഗി സംസ്ഥാനത്തെ ഡാംബോയ്ക്ക് സമീപം നൈജർ നദിയിലാണ് അപകടമുണ്ടായത്. രാജ്യത്തെ തിരക്കേറിയ നദീജലപാതയിൽ വെള്ളിയാഴ്ചയാണ് സംഭവം. കോഗിയിൽ നിന്നും അയൽ സംസ്ഥാനമായ നൈജറിലേക്ക് പോകവെയാണ് ബോട്ട് മുങ്ങിയത്. ബോട്ട് മറിയാനുള്ള കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. 20 കൊല്ലത്തോളം പഴക്കമുള്ള ബോട്ടാണ് മറിഞ്ഞത്. 200-ലേറെ യാത്രക്കാർ ബോട്ടിലുണ്ടായിരുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ 27 മൃതദേഹങ്ങൾ നൈജർ നദിയിൽ നിന്നും മുങ്ങിയെടുക്കാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിരുന്നു. മരിച്ചവരിലേറെയും വനിതകളാണെന്നാണ് വിവരം. ബോട്ടുകളിൽ ലൈഫ് ജാക്കറ്റുകൾ കരുതുകയോ യാത്രക്കാരുടെ വിവരങ്ങൾ സൂക്ഷിക്കുകയോ ചെയ്യാറില്ല. അതിനാൽ തന്നെ കണ്ടെടുത്ത മൃതദേഹങ്ങളിലൊന്നും തന്നെ ലൈഫ് ജാക്കറ്റുകളും ഉണ്ടായിരുന്നില്ല. ബോട്ടിൽ പരിധിയിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെ അധിക ഭാരത്താൽ ബോട്ട് മറിഞ്ഞതാണെന്നാണ് നിഗമനം. പ്രാദേശിക സ്കൂബ വിദഗ്ധരും സേനാംഗങ്ങളും ചേർന്ന് സംയുക്തമായാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഭക്ഷ്യമാർക്കറ്റിലേക്ക് പോവുകയായിരുന്ന ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. അപകട കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. നൈജീരിയയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ആളുകളെ കുത്തിനിറച്ചെത്തുന്ന ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്ന സംഭവം അസാധാരണമല്ല. റോഡ് ഗതാഗതം ഏറെക്കുറെ അസാധ്യമാകുന്നതാണ് ബോട്ട് ഗതാഗതത്തെ ആശ്രയിക്കാൻ നൈജീരിയൻ സ്വദേശികളെ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസവും നൈജർ നദിയിൽ ബോട്ട് മറിഞ്ഞിരുന്നു. അന്ന് 100 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. അന്നും മരിച്ചവരിൽ അധികവും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. വെള്ളിയാഴ്ച അപകടമുണ്ടായതിന് പിന്നാലെ ബോട്ട് കണ്ടെത്താൻ വൈകിയതും അപകടത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുവെന്നാണ് വിലയിരുത്തൽ. ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്ത ബോട്ടാണ് സർവീസിന് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ മുൻകരുതലുകൾ അവഗണിച്ച് പരമാവധി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ തദ്ദേശീയമായി നിർമ്മിച്ച ബോട്ടുകൾ ശ്രമിക്കുന്നതും അമിത തിരക്കും അറ്റകുറ്റപ്പണികളുടെ അഭാവവുമാണ് മിക്ക അപകടങ്ങൾക്കും കാരണം. അതോടൊപ്പം തന്നെ ഇത്തരം യാത്രകളിൽ ലൈഫ് ജാക്കറ്റുകളുടെ ഉപയോഗം നിർബന്ധമാക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ല എന്നതും അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു.